ഇനി നമുക്ക് കോട്ടയത്തേക്ക് പോകാം. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിലായി. കുമരകം, താഴത്തങ്ങാടി, ആർപ്പൂക്കര, ഐമനം മേഖലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ്. ഇന്നലെ അർദ്ധരാത്രി വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പലയിടങ്ങളിലും ശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനജീവിതം എത്രത്തോളം ദുസ്സഹമാണിപ്പോൾ? കെ പി, കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും വെള്ളത്തിലായി എന്ന് പറയാം. കുമരകം, ഇല്ലിക്കൽ, താഴത്തങ്ങാടി, ആർപ്പൂക്കര, ഐമനം പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിലാണ്. വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ ഇന്നലെ രാത്രിയിൽ അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചെത്തുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനോടകം തന്നെ ഈ പ്രദേശവാസികളെല്ലാം തന്നെ സ്വമേധയാ ബന്ധുവീടുകളിലേക്കും മറ്റും പോവുകയാണ്. അത്യാവശ്യ സാധനങ്ങളുമായി സ്വമേധയാ ബന്ധുവീടുകളിലേക്ക് ആളുകൾ പോവുകയാണ്. ഇവിടെ ചില വീടുകളിലൊക്കെ ഈ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സിന്റെയും മറ്റും സഹായം ഈ ജനപ്രതിനിധികളും മറ്റും വാർഡ് മെമ്പർമാരടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. പരമാവധി വീടുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വീടുകൾ ഭാഗികമായും മുഴുവനായും മുങ്ങിയിരിക്കുകയാണ്. ഒന്നാമത്തെ നില മുങ്ങിയ ശേഷം ടെറസിലും മറ്റുമാണ് ഇന്നലെ രാത്രി ആളുകൾ അഭയം പ്രാപിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആർപ്പൂക്കര പഞ്ചായത്തിലെ കരിപ്പ ഭാഗത്താണ്. ഇവിടെ ഏറ്റവും രൂക്ഷമാണ് വെള്ളപ്പൊക്കം. അതിതീവ്രമായ വെള്ളപ്പൊക്കമാണ് ഈ കരിപ്പയിലും ഒപ്പം തന്നെ ഇതിൻ്റെയോട് ചേർന്നുള്ള മറ്റൊരു ഭാഗമായ കുമരകം, ഇല്ലിക്കൽ, താഴത്തങ്ങാടി ഭാഗങ്ങളിലുമെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കം എന്ന് തന്നെ പറയാവുന്ന സ്ഥിതിവിശേഷമാണ്. അപ്രതീക്ഷിതമായിരുന്നു, പ്രതീക്ഷിച്ചില്ല. ഇന്നലെ പകൽ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടാകുമെന്ന് പോലും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി 2 മണിയോടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തി. ആ സാധന സാമഗ്രികൾ പോലും മാറ്റിവെക്കുന്നതിനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. മുൻകരുതൽ ഒന്നും സ്വീകരിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രോഗികളടക്കം ഇവിടെ ചില വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് മെമ്പർ അടക്കം വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തും. നമ്മളും അവരോടൊപ്പം പോവുകയാണ്. എന്താണ് റെസ്ക്യൂ പുരോഗമിക്കുകയാണ്? എവിടെയാണ് ഈ ആൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് പറയുന്നത്? ഫയർഫോഴ്സിനെ ഇവർ അറിയിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ആംബുലൻസ് കണ്ടു ഉടനെ സ്ട്രെച്ചർ റെസ്ക്യൂ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആളുടെ കാലയിൽ ഒരു പരിക്ക് പറ്റിയിട്ട് വെള്ളം നനയാൻ മേലാത്ത അവസ്ഥയിലാണ്. ആളുടെ പ്രായമായ അമ്മ അവിടെയുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അരയറ്റോളം വെള്ളം നീന്തി വേണം പോകാം. നമ്മൾ തുളയിലോ മറ്റോ എടുത്തുകൊണ്ട് പോയി കാലം നനഞ്ഞു പോയാൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഫയർഫോഴ്സിനെ വിളിച്ചിരിക്കുന്നത്. വള്ളം പോലുള്ള കാര്യങ്ങൾ നമ്മുടെ തോട്ടിൽ നിന്ന് അങ്ങോട്ട് അവരുടെ വീടിനങ്ങോട്ട് വരത്തില്ല. മതിലും വേലിയൊക്കെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടത്. പല വീടുകളിലും നമ്മൾ സംസാരിക്കുമ്പോൾ കാണും പറയുന്നത് 2018 പ്രളയം ഓർപ്പിക്കുന്നില്ല, പ്രളയത്തെക്കാളും വെള്ളം കയറിയിട്ടുണ്ട്, പെട്ടെന്ന് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഈ വെള്ളം വന്നിരിക്കുന്ന ഈ 1-1.5 ദിവസം കൊണ്ടാണ് ഇത്രയും വലിയ വെള്ളം വന്നത്. ആ വെള്ളം വന്നത് ഇന്നലെ വരെയും ആളുകൾ പലയിലെ വെള്ളം ഇരുത്തുമ്പോഴത്തേക്കും ഇച്ചിരി കുറവുണ്ടാവും, അങ്ങനെയാണ് ഇവിടെ കൊണ്ടൊക്കെ കഴിഞ്ഞു പോകാമെന്നാണ് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും വലിയ തോതിൽ വെള്ളം വരികയും ഇപ്പോൾ 2018 ആ പ്രളയം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തു. അപ്പോൾ പിന്നെ രാവിലെ ആളുകൾ അവരുടെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളുണ്ടെങ്കിലും ക്യാമ്പിലേക്ക് ആളുകൾ പോകാൻ അത്രയ്ക്ക് അങ്ങ് താല്പര്യപ്പെടുന്നില്ല. അടുത്തുള്ള ബന്ധുവീടുകളിലേക്കും മറ്റിലേക്കൊക്കെ മാറാനാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. മെമ്പറാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ആളുകളെല്ലാം ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഏകദേശമൊക്കെ ആളുകൾ. പക്ഷേ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരയടിയൊക്കെ വെള്ളം കയറാൻ പിടിപ്പുള്ള വീടുകളിൽ ആളുകളുണ്ട്. പക്ഷേ വൈകിട്ടത്തോട് വെള്ളം കൂടിയാൽ ഈ പ്രദേശം ഒറ്റപ്പെടുകയും സഹായിക്കാൻ അടുത്ത ആളുകളില്ലാത്ത ഒരു ആശങ്കയുണ്ട്. വൈകിട്ടത്തിന് കണ്ടമാനമായിട്ട് വെള്ളം വന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളിൽ ആളില്ലാതെ അപകടങ്ങൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പരമാവധി ആളുകളെ ഒഴിപ്പിക്കാനാണ്. പരമാവധി ആളുകളാണ്. വൈകിട്ടത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നിർബന്ധിതമായിട്ട് ക്യാമ്പുകളിലേക്ക് മാറാൻ ആളുകൾ നിർബന്ധിക്കേണ്ടി വരും. ക്യാമ്പ് എവിടെയാണ് സജ്ജാക്കുന്നത്? ആർപ്പൂക്കരയിൽ. ആർപ്പൂക്കരയിലെ സ്കൂളുകൾ 7ഓളം സ്കൂളുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. നിലവിൽ 3 ക്യാമ്പ് നടക്കുന്നുണ്ട്. ബാക്കി ആളുകൾ എത്തുന്നതനുസരിച്ച് 3 ക്യാമ്പുകൾ ഈ കരിപ്പ ഭാഗത്ത് എവിടെയൊക്കെയാണ്? ഒന്ന് നമ്മുടെ കരിപ്പത്തെട്ട് സ്കൂള്, അവിടെ പുത്തനമ്പലം എന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ ഹാള്, പിന്നെ കുമരകുന്ന് സ്കൂള്, LP സ്കൂൾ. ഇങ്ങനെയാണ്. പരമാവധി ആളുകളോട് ഒഴിഞ്ഞു പോകാൻ തന്നെയാണ് വാർഡ് മെമ്പർ എന്ന നിലയിലും അദ്ദേഹവും പറയുന്നത്. വളരെ വേഗത്തിലാണ് വെള്ളം കയറുന്നത്. വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ അപ്രതീക്ഷിതമായി വെള്ളം കയറുകയാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത്. കുമരകം, ചേർത്തല, വൈക്കം റോഡിൽ ആളുകളുടെ പ്രധാനപ്പെട്ട കോട്ടയത്തേക്കുള്ള സഞ്ചാര മാർഗ്ഗമാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള. അവിടെ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. പല റോഡുകളും വെള്ളത്തിലാണ്. പരമാവധി റോഡുകൾ വെള്ളത്തിലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് സുരക്ഷിത മാർഗ്ഗങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനടക്കം തടസ്സം നേരിടുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കരിപ്പ ഭാഗത്ത് നിന്ന് പരമാവധി ആളുകൾ കുട്ടികളെയും മറ്റുമായി പരമാവധി സുരക്ഷിത താവളങ്ങളിലേക്ക് രാവിലെ 7 മണിക്ക് ശേഷമുള്ള സമയത്ത് മാറിപ്പോയിട്ടുണ്ട്. നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം. കുട്ടികളെയും മറ്റുമായി ആവശ്യ സാധനങ്ങൾ മാത്രം കയ്യിൽ കരുതി ആളുകൾ സുരക്ഷിത താവളങ്ങളിലേക്ക്, അതായത് ബന്ധുവീടുകളിലേക്കും മറ്റുമായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളെ നമുക്കിപ്പോൾ കാണാം. രാവിലെ 7 മണിക്ക് ശേഷമുള്ള സമയത്ത് ഈ കരിപ്പ, ഇല്ലിക്കൽ, താഴത്തങ്ങാടി ഭാഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കണ്ടത് ഇതുപോലെയുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു. എന്താണ് അവസ്ഥ? ഓർമ്മയിൽ ഇതുപോലുള്ള വെള്ളപ്പൊക്കം മുൻപെപ്പോഴും ഉണ്ടായിട്ടുള്ളത്? ഓർമ്മ 18 വന്ന 18-ന് ശേഷം ഇത്രയും വലിയൊരു പ്രളയം ഉണ്ടാകുന്നില്ല. ഇപ്പോഴാ
എല്ലാവരും ആകപ്പാടെ ജനത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും വീടുകളിൽ നിന്നൊക്കെ ഒരു വിധത്തിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. പോയോ? വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയോ? അവിടെ പോയപ്പം വീട്ടിൽ നിന്ന് പോയില്ല, വീട്ടിൽ തന്നെയാണ്. വെള്ളം കയറിയില്ല വീട്ടിൽ? വീട്ടിൽ വെള്ളം കയറി. എന്താണ്, വീട്ടിൽ തുടരാനാണോ അതോ മാറുന്നുണ്ടോ? വീട്ടിൽ തുടരുക അല്ലേ, ഇപ്പം അങ്ങോട്ട് മാറാനാ. ക്യാമ്പുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും മാറ്റി വെക്കാനും പിടിക്കാനും ഒക്കെ നിൽക്കണ്ടേ. ഇന്നലെ രാത്രിയിൽ ഏത് സമയത്താണ്? നല്ല മഴയുണ്ടായിരുന്നു, പക്ഷെ എപ്പോഴാണ് ഇതുപോലെ വെള്ളം അങ്ങോട്ട് കൂടി? വെള്ളം ഒരു 3 മണി കഴിഞ്ഞാ വെള്ളം കൂടിയത്. ഒന്ന് വരവ് നിലത്തായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു അല്ലേ? അപ്പുറം ഇപ്പം വെള്ളം വരവ് ഇച്ചിരി നിലച്ചിട്ടുണ്ട്. മഴ കൂടുമെന്നുള്ളൊരു പേടിയാണ്. മഴ കൂടിയാൽ ഇനി പ്രതിസന്ധിയാണ്.